പിന്നെ സർക്കുലർ മോഷൻ ഓഫ് ചാർജസ്, അതായത് ഒരു മാഗ്നറ്റിക് ഫീൽഡിലേക്ക് ഒരു ചാർജ് എൻ്റർ ചെയ്യുവാണെങ്കിൽ അത് ഏത് ആംഗിളിൽ എൻ്റർ ചെയ്യുന്നു എന്നതിൻ്റെ ബേസിൽ അതിൽ ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യും. ഈ QVB sin θ അതിൽ എക്സ്പീരിയൻസ് ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിൻ്റെ മൂവ്മെൻറ്റ് പലതായിരിക്കും. ഇഫ് θ 0 ഡിഗ്രി ആണെങ്കിൽ അത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പോകും. ദാറ്റ് മീൻസ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ഡിഗ്രി ആകുമ്പോൾ sin 0 വരും, ഫോഴ്സ് ഇല്ല, ആ ബോഡി അല്ലെങ്കിൽ ആ ചാർജ് നേരെ തന്നെ മാഗ്നറ്റിക് ഫീൽഡിൽ കൂടെ പോകും. അതേസമയം 90 ഡിഗ്രിയിലാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ തീറ്റ എന്ന് പറയുന്നത് 90 വരും, sin 90 എന്ന് പറയുന്നത് 1 ആണ്. സോ മാക്സിമം ഫോഴ്സ് അതിലുണ്ടാവുകയും അതുവഴി ആ ഒരു ഒബ്ജക്റ്റ്, ഇപ്പോൾ സപ്പോസ് ഇങ്ങോട്ടേക്ക് കയറുന്ന ഈ ഒരു ചാർജ് ഇതിൻ്റെ അകത്ത് കിടന്ന് റൊട്ടേറ്റ് ചെയ്യുകയും ചെയ്യും. ഇതാണ് സർക്കുലർ മോഷൻ പറയുന്നത്. സർക്കുലർ മോഷൻ്റെ റേഡിയസ്, വെലോസിറ്റി, ടൈം പീരീഡ് ഇതൊക്കെ കണ്ടുപിടിക്കുന്ന ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചിരിക്കണം. പിന്നെ ഒരു പെർട്ടിക്കുലർ ആംഗിളിലാണ് കയറുന്നതെങ്കിൽ അത് സർക്കുലർ മോഷനിലേക്ക് പോകുന്നതിന് പകരം അതൊരു ഹെലിക്കൽ മോഷനിലേക്കായിരിക്കും പോവുക. ബിക്കോസ് അതിന് മുന്നോട്ടും ഫോഴ്സ് ഉണ്ടാവും, അതുപോലെ തന്നെ സർക്കുലർ റൊട്ടേറ്റിംഗ് ഫോഴ്സും ഉണ്ടാവും. പിന്നെ ആംബിയർ സർക്യൂട്ടിലോ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോർഷനാണ്. ആംബിയർ സർക്യൂട്ടിലോ നിങ്ങൾക്കറിയാം നമ്മളുടെ ഫ്ലക്സ് കണ്ടുപിടിക്കാനാണ് ഉപയോഗിക്കുന്നത്. ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B.dl ആണ് നോർമലി നമ്മൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ BdL cos θ. സോ ഇവിടെ നമ്മൾ B.dl എടുക്കുന്നത് μ0I ഇക്വേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. ഗോസ് ലോ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞാൽ അവിടെ 5E ആണ് കണ്ടുപിടിക്കുന്നത്. ദാറ്റ് ഈസ് 1/ε0 ടൈംസ് Q ടോട്ടൽ ആണ്. ചാർജും ഫൈയും തമ്മിലുള്ള റിലേഷനാണ് അവിടെ വരുന്നത്. ഇവിടെ ഫ്ലക്സും കറണ്ടും തമ്മിലുള്ള റിലേഷനാണ്. ബിക്കോസ് ചാർജാണ് ഇലക്ട്രിക് ഫീൽഡിന് കാരണക്കാരൻ, കറണ്ടാണ് മാഗ്നറ്റിക് ഫീൽഡിന്, മാഗ്നറ്റിക് ഫ്ലക്സിനും കാരണക്കാരൻ. സോ ആ രീതിയിൽ നിങ്ങൾ പഠിച്ചിരിക്കുക. അവിടുത്തെ നമ്മളുടെ കോൺസ്റ്റൻ്റ് ആയിരുന്നു 1/ε0, ഇവിടെ μ0 ആണ് കോൺസ്റ്റൻറ്റ്. സോ ഇതാണ് ഇവിടെ വരുന്നത്. I എൻക്ലോസ്ഡ് എന്നൊക്കെ നമ്മൾ പറയും. മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ സെക്ഷൻ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കണം. ബിക്കോസ് അതിൻ്റെ അത് കൺവേർഷൻസ് പൊതുവെ ചോദിക്കാറുണ്ട്. ഒരു ഷണ്ട് റെസിസ്റ്ററിനെ പാരലായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അമ്മീറ്റർ ആക്കാം. നിങ്ങളൊരു ഹൈ റെസിസ്റ്റൻസിനെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ നിങ്ങൾക്ക് വോൾട്ട് മീറ്റർ ഉണ്ടാക്കാം. അതിൻ്റെ ഇക്വേഷൻ ഒന്ന് പഠിച്ച് വയ്ക്കുക. ആ ഇക്വേഷൻസിൻ്റെ ഏതെങ്കിലും ഡെറിവേഷൻസിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വേറൊരു ചാപ്റ്ററിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോർഷൻസ് നമുക്ക് പെട്ടെന്നൊന്ന് ഡിസ്കസ് ചെയ്യാം. ഈ ചാപ്റ്ററിലെയും അതുപോലെ തന്നെ ഇതിലെ കണക്ട് ചെയ്ത് വരുന്ന എല്ലാ ചാപ്റ്ററുകളുടെയും ഓരോ ഇമ്പോർട്ടൻറ്റ് പോർഷൻസിൻ്റെ ഡെറിവേഷൻസും അല്ലെങ്കിൽ അതിൻ്റെ കണക്റ്റഡ് ക്വസ്റ്റ്യൻസും ചെയ്യുന്ന വീഡിയോസ് വേറെയുണ്ട്. സോ പറ്റിയാൽ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.